പഠിച്ചിട്ടില്ല. മാത്രമല്ല ഇനി നമ്മളെ ഇതിന് കേസ് കൊടുക്കാൻ പോവോ അതുമില്ല. പക്ഷേ ഞങ്ങളെ പറയുന്ന ലാഘവത്തോട് നമ്മെ പറയുന്നതിന്റെ ഇടയിൽ കേരളത്തിലെ ഒരു സ്ത്രീയെ സംബന്ധിച്ച് ഈ പ്രയോഗം നടത്തി മമ്പാട്ടുകാരൻ കുടുങ്ങിയില്ലേ? കുടുങ്ങാൻ ഇനി വേറെ സ്ഥലത്ത് പോകേണ്ടതുണ്ടോ? പിറ്റേ ദിവസം വിളിയോട് വിളിയല്ലേ, സോറി മേഡം. എത്ര വിനയമാണ് ആ പെണ്ണിന്റെ മുന്നിൽ ഇയാൾ പ്രകടിപ്പിച്ചത്. ആ വിനയത്തിന്റെ ഒരു അംശം അള്ളാന്റെ മുമ്പിൽ അയാൾ പ്രകടിപ്പിച്ചിരുന്നുവെങ്കിൽ അയാളെ ഔലിയാക്കളിൽ പെടുമായിരുന്നു. നിങ്ങൾ മനസ്സിലാക്കണം സഹോദരങ്ങളെ, അള്ളാന്റെ ഔലിയാക്കളെ ഹിഫ്ള് നഷ്ടപ്പെട്ടാൽ കണ്ട മനുഷ്യന്മാരെ കുറിച്ചൊക്കെ അസഭ്യം പറഞ്ഞാൽ ആളുകൾ വിടുമോ? എന്നിട്ട് കിടന്നിങ്ങനെ വയലുകയാണിപ്പോൾ. അയാളെ പ്രയോഗം വേസ്റ്റ് കൊട്ടയിൽ ചാടി, കേരളത്തിലെ വേസ്റ്റ് കൊട്ടയിൽ ചാടി തെരുവിലൂടെ ഓടിയ ഒരു തെരുവ് പട്ടിയെപ്പോലെ കേരളത്തിലെ മുഴുവൻ മാന്യന്മാരുടെയും ശരീരത്തിൽ ചെളിയെറിപ്പിച്ചിട്ടാ പോകാൻ നോക്കിയത്. സുഹൃത്തുക്കളെ, ഇതൊക്കെ മതസംഘടനകളിലേക്ക് ഇസ്ലാമിക പ്രബോധനത്തിലേക്ക് കൊണ്ടുവരിക. നിങ്ങളൊക്കെ വേസ്റ്റ് കൊട്ടയിൽ ചാടിയ പട്ടിയെ ഉപമിച്ചത് നിങ്ങൾ ചിന്തിക്കണം സുഹൃത്തുക്കളെ. ഇയാൾക്കാരതിന് അധികാരം കൊടുത്തു, തോന്നിവാസം പറഞ്ഞപ്പോൾ കുടുങ്ങി. എന്നോട് അയാൾ ചോദിച്ചിരുന്നു, നിങ്ങളെ കയ്യിൽ ക്ലിപ്പുണ്ടെങ്കിൽ ഹയാത്ത് കാലത്ത് എന്റെ ക്ലിപ്പിടണം, മരിക്കുന്നതിന് മുമ്പിടണം. ചോദിച്ചതേ അയാൾക്ക് ഓർമ്മയുള്ളൂ. ഇപ്പൊ ഏതാ ക്ലിപ്പിന്റെ പെരുമഴയാണ്. ബർക്കത്തെടുക്കാൻ പറഞ്ഞ ക്ലിപ്പടക്കം വന്നുപോയി. സുഹൃത്തുക്കളെ, ഞാൻ പറയട്ടെ, ഹയാത്ത് കാലത്ത് ക്ലിപ്പ് വേണമെന്ന് പറഞ്ഞ് വെല്ലുവിളിച്ച മാന്യ മനുഷ്യരെ, കിട്ടിയില്ലേ നിങ്ങൾക്ക് ക്ലിപ്പ്? ഞങ്ങളെ കയ്യിലുള്ള മുഴുവൻ ക്ലിപ്പും പുറത്തെടുത്താലും ഇപ്പോൾ കിട്ടിയ ക്ലിപ്പിന്റെ വാല്യൂ കിട്ടൂല. അത്രയും വലുത് തന്നെ നിങ്ങൾക്കന്ന് തന്നില്ലേ? സോഷ്യൽ മീഡിയകളിൽ അത് നിറഞ്ഞു നിൽക്കുകയാണ്. അതിവിടെ ഇടാൻ എനിക്ക് കഴിയൂല. അതുകൊണ്ട് നിങ്ങളത് വേറെ സ്ഥലത്തുനിന്ന് കേട്ടുകൊള്ളൂ. കാരണം ഈ മജ്‌ലിസിന് അത് യോജിക്കുന്നതല്ല. സുഹൃത്തുക്കളെ, ഔലിയാക്കളെ ഹിഫ്ള് നഷ്ടപ്പെട്ട് മുത്തുനബിയെ ചീത്ത പറഞ്ഞവന്റെ കൂടെ കൂടിയിട്ട് അനാവശ്യം പറഞ്ഞാൽ ഒരാൾ അതപ്പതിച്ച് അള്ള ഒരാളെ നശിപ്പിക്കുന്നത് കാണണമെങ്കിൽ ഈ സഖാഫിയെ ഓർത്താൽ മതി. അല്ലാഹു ഇത്തരം ആളുകളെ ശർറിൽ നിന്ന് അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഇയാളാണ് കഴിഞ്ഞ ആഴ്ച പറഞ്ഞത്, വേണമെങ്കിൽ ഞങ്ങൾക്ക് അബൂജഹലും സ്വീകാര്യനാണ്, അബൂജഹലടക്കം സ്വീകാര്യനാണ് എന്ന് പ്രഖ്യാപിച്ച് 2 ആഴ്ച കഴിഞ്ഞപ്പോഴാണ് അബൂജഹലിന്റെ സഹായം അയാൾക്ക് നേരിട്ട് കിട്ടിയത്. അബൂജഹൽ സഹായിച്ചപ്പോൾ ഇനി അയാൾക്കൊന്നും വരാനില്ല, അക്കോലത്തിൽ കിട്ടിപ്പോയി. അബൂജഹലിന്റെ ക്ലിപ്പൊന്നിട്ടോട് നമ്മൾ കൂടി തരും. അതേ സമയത്ത് ഈ പ്രസ്ഥാനത്തിന്റെ വായ മാത്രം ഓടിക്കെട്ടാമെന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ എങ്കിൽ അത് നടക്കില്ല. അതിന് ഞങ്ങൾക്ക് നരേന്ദ്രമോദിജിയാണ്, അതിന് ഞങ്ങൾക്ക് പിണറായി വിജയനും സ്വീകാര്യനാണ്, അതിന് ഞങ്ങൾക്ക് അബൂജഹലിനെ കിട്ടിയാൽ ഞങ്ങൾക്ക് അതും സ്വീകാര്യമാണ്. ആരാപ്പ അബൂജഹൽ? ഇവന്റെ അമോശാക്കെ അബൂജഹൽ ആരാ? അല്ലാഹുവിന്റെ റസൂലിന്റെ കഠിന ശത്രുവല്ലേ? ഫിർഔന ഹാദിഹിൽ ഉമ്മ, അവനെ വരെ സ്വീകാര്യമാണെന്ന് പറഞ്ഞപ്പോ ഇൻഷാ അല്ലാഹ് 23-ാം തീയതി അയാളെ നാട്ടിൽ ആദർശ മുന്നേറ്റം ഉണ്ട്, അന്ന് ഞാൻ കൊടുത്തോളാം. ഇപ്പോൾ ഞാൻ അവിടെ നിൽക്കുന്നു.